അതുല്യ കലാകാരൻ നവാസിന്റെ വേർപാട് വിശ്വസിക്കാനാകാതെ സിനിമാ ലോകം. അപ്രതീക്ഷിതമായാണ് നവാസ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. നവാസിന്റെ കബറടക്കം ഇന്ന് നടക്കും. ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ വൈകുന്നേരം 4 മണി മുതൽ 5:30 വരെയുള്ള പൊതുദർശനത്തിന് ശേഷമായിരിക്കും കബറടക്കം നടക്കുക. ഇന്നലെ രാത്രിയോടെയാണ് നവാസ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. രാത്രിയോടെ കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മുറിയിൽ മറ്റാരുമില്ലായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ റൂമിലെത്തി നോക്കിയപ്പോഴാണ് കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിൽ നവാസിനെ കണ്ടെത്തിയത്. പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെത്തിയതായിരുന്നു നവാസ്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഹോട്ടൽ മുറിയിലെത്തിയ റൂം ബോയാണ് നിലത്തു വീണ നിലയിൽ നവാസിനെ ആദ്യം കാണുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്ന് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ ഉടമ സന്തോഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നും നാളെയും തന്റെ ഷൂട്ടില്ലാത്തതിനാൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കലാഭവൻ നവാസ്. കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഭിനേതാവ് അബൂബക്കറിന്റെ മകനാണ് നവാസ്. നടി രഹ്നയാണ് ഭാര്യ. പ്രിയ സുഹൃത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് താരങ്ങളും അണിയറ പ്രവർത്തകരുമൊക്കെ. ഒരിടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും സിനിമയിൽ സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം. പതിറ്റാണ്ടുകളായി മലയാളിയെ ചിരിപ്പിച്ച അതുല്യ കലാകാരനായിരുന്നു നടൻ കലാഭവൻ നവാസ്. 3 പതിറ്റാണ്ടിലധികമായി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സ്റ്റേജിലും സജീവമാണ് നവാസ്. വിധികർത്താവിന്റെ റോളിൽ റിയാലിറ്റി ഷോകളിലും തിളങ്ങി. 1997 ഇറങ്ങിയ ജൂനിയർ മാൻഡ്രേക്കിലൂടെ മുൻനിര ഹാസ്യതാരമായി അദ്ദേഹം വളർന്നു. അമ്മ, അമ്മായിയമ്മ, മാട്ടുപ്പെട്ടി മച്ചാൻ എന്നീ സിനിമകളിലൂടെ ഹാസ്യനടൻ എന്ന നിലയിൽ നിറസാന്നിധ്യം ഉറപ്പിച്ചു. 1999 നവാസിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റിലീസുകൾ ചന്ദാമാമയും മൈ ഡിയർ കരടിയും. രണ്ടും മലയാളി പ്രേക്ഷകർ ഒരുപോലെ നെഞ്ചേറ്റി. പിന്നീടങ്ങോട്ട് വൺമാൻ ഷോ, വെട്ടം, ചക്കരമുത്ത്, ചട്ടമ്പിനാട് എന്നിങ്ങനെ ഹിറ്റുകളുടെ ചിരിപ്പടക്കം. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയാണ്. നീലാകാശം നിറയെ എന്ന ചിത്രത്തിലൂടെയാണ് കലാഭവൻ നവാസ് ആദ്യമായി നായകനായി വേഷമിട്ടത്.